അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട കപ്പൽ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീയണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു. വാട്ടർ ജെറ്റ് വഴി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ അതിപ്പോഴും ഫലം കാണുന്നില്ല. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രണ്ട് ഭാഗങ്ങളിൽ നിന്നുമായി കപ്പലിനകത്തേക്ക് വെള്ളം ചീറ്റുന്നതാണ് ആ ദൃശ്യങ്ങൾ. കപ്പലിൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗത്തും തീ, അതുപോലെ കനത്ത വലിയ രീതിയിലുള്ള പുക രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് സമീപത്തേക്ക് ചെന്ന് ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള രക്ഷാദൗത്യം വളരെ ദുഷ്കരമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ കണ്ടെയ്നറുകളുടെ കാര്യത്തിലാണ് ആശങ്ക. അതിൽ രാസവസ്തുക്കളടക്കമുണ്ട് എന്നുള്ള വിവരം ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് തീരത്തേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയാണ് മറ്റൊരു ആശങ്കയായി നിൽക്കുന്നത്. വിവിധ തീരങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, ഇത് നമ്മുടെയൊക്കെ തീരത്തേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. യാതൊരു തരത്തിലുള്ള അറിയിപ്പും ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് തീരത്ത് ജാഗ്രത, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. എന്താണ് പുതിയ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അരുൺ പൂപ്പറമ്പ? അറിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ടെയ്നറുകളിൽ അതീവ അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ട് എന്ന് ഒഫീഷ്യലി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡും നേവിയും ഉൾപ്പെടെ ആ രക്ഷാദൗത്യം നടത്തുന്നവർ അത് സംബന്ധിക്കുന്ന വിവരം നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള രാസവസ്തുക്കൾ ഉണ്ട് എന്നതാണ്. ഇതിനകം തന്നെ ആ കപ്പലിലെ നിരവധി കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ കണ്ടെയ്നറുകൾ, കപ്പലിൽ അവശേഷിക്കുന്ന കണ്ടെയ്നറുകൾ, കത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടെയ്നറുകളൊക്കെ ഈ കടലിലേക്ക് പതിക്കാനുള്ള സാധ്യതയാണുള്ളത്. അത് വീണ്ടെടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ കടലിൽ പതിച്ചിട്ടുള്ള കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ് ഈ അത്തരത്തിലുള്ള വിവരങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ കപ്പൽ കമ്പനിയുടെ വിദഗ്ധ സംഘം അവിടെ എത്തി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനകം നിരവധി കണ്ടെയ്നറുകൾ ഈ കടലിൽ പതിച്ചു കഴിഞ്ഞു. ഇത് ആ തീരപ്രദേശങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ കടലിൽ നിന്ന് തന്നെ വീണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് തീരപ്രദേശങ്ങളിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ കഴിഞ്ഞ മാസം നടന്ന കപ്പൽ അപകടത്തെ തുടർന്ന് കൊല്ലം തീരത്തൊക്കെ ഈ കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ചിത്രം ഇവിടെയുണ്ട്. അല്പം കൂടി അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഇപ്പോൾ നടന്ന ഈ ചരക്കപ്പലിലുണ്ട്, അല്ലെങ്കിൽ ആ കപ്പലിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. സ്വാഭാവികമായും തീരപ്രദേശത്തുള്ളവർക്ക് വലിയ ആശങ്കയുണ്ടാവും, ആ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടാവും. ഇത് സംബന്ധിക്കുന്ന പല ആശയക്കുഴപ്പങ്ങളും അല്ലെങ്കിൽ സംശയങ്ങളും തീരപ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. നിലവിലിപ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച്, അതായത് കടലിൻ്റെ ഒരു ഗതി അനുസരിച്ച് ഇത് തെക്ക് കിഴക്കൻ തീരപ്രദേശങ്ങളിലേക്കാകാം ഇത് പോകാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ അടുത്ത ദിവസങ്ങളിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അവിടെ നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അതിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നാൽ, കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിട്ടുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ ഈ കപ്പൽ കത്തുന്ന സാഹചര്യത്തിൽ കടലിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അത് തീരങ്ങളിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ കണ്ടെയ്നറുകൾ തൃശ്ശൂർ, എറണാകുളം ജില്ലയുടെ തീരങ്ങളിൽ അടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ജാഗ്രത അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു.